അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കുറേ ബാധ്യതകൾ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, അവരുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മയ്യത്ത് പരിപാലന എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവാസികളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നമുക്ക് അവരുടെ അയൽവാസികൾ, അവരുടെ നാട്ടുകാർ എന്ന രീതിയിൽ നമുക്ക് കുറേ ബാധ്യതകളുണ്ട്. കാരണം ഒരു വീട്ടിൽ മരണം നടന്നാൽ ആ വീട്ടുകാർ മൊത്തം വിഷമത്തിലായിരിക്കും, വല്ലാത്ത വേജാരിലായിരിക്കും. ഇത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലായിരിക്കും. ആ സമയത്ത് അവർക്ക് വേണ്ടി താനും തനലുമായിട്ട് നിൽക്കേണ്ടത് നമ്മളാണ്. പലപ്പോഴും നമ്മൾ ഒരു മയ്യത്ത് കാണൽ പോലും ചെയ്യാത്തൊരവസ്ഥയാണ് പലപ്പോഴും നമുക്കുള്ളത്. ഞാൻ എന്തിനു കാണണം, എനിക്ക് വലിയൊരു ബന്ധമൊന്നും ഇല്ലല്ലോ എന്ന രീതിയിൽ നാം അതൊക്കെയും ഒരു കുറവായിട്ട്, അതൊക്കെയും ഒരു നിസ്സാരതയായി പലപ്പോഴും നാം കാണുന്നു. അങ്ങനെ ചെയ്യരുത്. കേവലം ഒരു മയ്യത്ത് നോക്കി വരിക എന്ന് മാത്രമല്ല, ഒരു വീട്ടിൽ, ഒരു അയൽവാസിയുടെ വീട്ടിൽ, ഒരു നാട്ടുകാരുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ആ മരണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ആ വീട്ടുകാർക്ക് വേണ്ടി, ആ മയ്യത്തിന് വേണ്ടി എന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ കൂടുക എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളതും വലിയ പ്രതിഫലമുള്ള വിഷയമാണ്. മുത്തുനബി ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നത് കാണാം. മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ല അലൈഹ ഫലഹു ഖീറാത്തുൻ. മുത്തുനബി പറയുന്നു, ഒരാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ മരണം കാണാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരാൾ അവിടെ കൂടുകയും ഏതുവരെ അദ്ദേഹം നിന്നു, ഹത്താ യുസല്ല, അദ്ദേഹത്തിൻ്റെ മേൽ നിസ്കരിക്കപ്പെടുന്നതുവരെ. മരിച്ചാൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ കുറേ സമയങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം ആ സമയങ്ങളൊക്കെയും അദ്ദേഹം അവിടെ സജീവമാണ്. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ടേ അദ്ദേഹം പോയതാണെങ്കിൽ ഫലഹു, അദ്ദേഹത്തിനെ കൊണ്ട് ഖീറാത്തുൻ, ഒരു പ്രതിഫലത്തിന് സൂചിപ്പിച്ചുകൊണ്ട് മുത്തുനബി പറയുന്നു, അദ്ദേഹത്തിനേക്ക് ഒരു ഖീറാത്തുണ്ട് എന്ന് പറയുന്നു. എന്നിട്ടോ മുത്തുനബി പറയുന്നു, വമൻ ഷഹിദഹ ഹത്താ തുദ്ഫന ഫലഹു ഖീറാത്താൻ. ഇനി ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ടും അദ്ദേഹം പോയില്ല, നിസ്കാരം കഴിഞ്ഞിട്ടും ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ട് പിന്നെയും കുറെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ദഫൻ ചെയ്യണമല്ലോ. അപ്പോൾ അദ്ദേഹം ദഫൻ ചെയ്യുന്നതുവരെ അദ്ദേഹം അവിടെ നിന്നു. അദ്ദേഹത്തിനിക്ക് വലിയ തിരക്കുണ്ട്. അന്നത്തെ ഒരു ദിവസം നഷ്ടപ്പെട്ടാലും പ്രശ്നമല്ല, ഞാനും ഒരു ദിവസം മരണപ്പെടാനുണ്ട്, അന്നും എനിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കേണ്ടതുണ്ട് എന്ന് കരുതി അദ്ദേഹം വേറൊന്നും കരുതിയിട്ടല്ല, ആ അല്ലാഹുവിൻ്റെ അടുക്കൽ കൂലി കരുതിയിട്ട് അദ്ദേഹം ആ മയ്യത്തിനെ ദഫൻ ചെയ്യുന്നതുവരെ അദ്ദേഹം അവിടെ സബർ ചെയ്ത് അദ്ദേഹം അവിടെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിന്നാൽ ഫലഹു, അദ്ദേഹത്തിനെ കൊണ്ട് ഖീറാത്താനി. നേരത്തെ പറഞ്ഞത് ഒരു ഖീറാത്തുണ്ടെന്ന്, രണ്ടാമത് പറഞ്ഞത് ഇദ്ദേഹത്തിനിക്ക് 2 ഖീറാത്തുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ സ്വഹാബാക്കൾക്ക് ഒരു പുതിയൊരു അനുഭവമാണ്. എന്താണ് ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? മുത്തുനബിയുടെ ആ ഷറഫാകപ്പെട്ട വായിൽ നിന്ന് ഒരു പുതിയൊരു വാക്കുകൾ കേൾക്കുകയാണ്. എന്താണ് നബിയെ ഖീറാത്ത് പറഞ്ഞാൽ? എന്താണ് നബിയെ? അവിടെ നിന്ന് ഒരു പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത് ഖീറാത്താണ്. 2 ഖീറാത്ത് കിട്ടും, മറ്റൊരാൾക്ക് 1 ഖീറാത്ത് കിട്ടുമെന്ന് പറഞ്ഞത് എന്താണ് നബി അതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞത് മിസ്ലുൽ ജബലൈനിൽ അദീമൈനി. സുബ്ഹാനല്ലാഹ്, വലിയതായ ഒരു പർവ്വതം പോലെ ഉള്ള പ്രതിഫലം അവർക്ക് കിട്ടും. നേരത്തുള്ള ഒരാൾക്ക് 1 പർവ്വതം, രണ്ടാമത്തെ ആൾക്ക് വലിയ 2 പർവ്വതം. എത്ര വലിയതാണോ
അത്ര പർവ്വതം പോലെ അത്ര വലിയൊരു പ്രതിഫലം അദ്ദേഹത്തിനേക്ക് അല്ലാഹു നൽകുകയാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഒരു മരണം കേൾക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒരു മരണം കേൾക്കുമ്പോൾ കേട്ടു എന്ന് മാത്രം അതോടുകൂടെ ആ ഭാഗം ഒന്ന് ചിന്തിക്കാതെ എൻ്റെ വിഷയവുമായിട്ട് എനിക്ക് വലിയ തിരക്കുള്ളവന് എന്ന രീതിയിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പോയാൽ ഈ പ്രതിഫലമൊന്നും കിട്ടൂല. ഒന്നും കൂടെ അവരെ മനസ്സിലേക്കേണ്ടത്, അങ്ങനെ ശ്രദ്ധിക്കാതെ പോയാൽ ഒരു ദിവസം എന്നെക്കുറിച്ചിട്ടും എനിക്കും ഇങ്ങനൊരു ദിവസം വരാനുണ്ട് എന്ന് നാം ചിന്തിക്കണം. അന്ന് നമ്മുടെ ഭരണവാർത്ത കേട്ടാലും ആരും ശ്രദ്ധിക്കില്ല. എല്ലാവർക്കും ശ്രദ്ധ നൽകുന്നവൻ, എല്ലാവരെ കൽബ് തിരിക്കുന്നവൻ അല്ലാഹുവല്ലേ. അങ്ങനെ നമ്മൾ കുറെ മുഅ്മിനീങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് നാം അവിടെ കൂടിയാൽ തീർച്ചയായും നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ മരണത്തെ ദിവസമായി ബന്ധപ്പെട്ട് എത്രയോ മുഅ്മിനീങ്ങളുടെ മനസ്സ് നമ്മിലേക്ക് അല്ലാഹു തിരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ മരണത്തിന്റെ ദിവസം എങ്ങനെയാകണമെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. അതേ, നാമുമായി ബന്ധപ്പെട്ടവർ നമുക്ക് സാധിക്കുന്ന എവിടെയെല്ലാം സാധിക്കുമോ അവിടെയെല്ലാം ഒരു മരണപ്പെട്ട വീട്ടിൽ നമ്മളുടെ സഹായം ആ വീട്ടുകാർക്ക് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് നാം ചെയ്തു കൊടുക്കണം. അത് വലിയ പ്രതിഫലമാണ്. മുത്തനബി പറഞ്ഞ ഖീറാത്തുൻ ഖീറാത്താനി, ആ രണ്ട് വലിയ ഖീറാത്ത് കിട്ടാൻ നാം ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.